ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു വിഷയമാണ് എങ്ങനെയാണ് ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെ ഓവർ തിങ്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ആന്റണി സാറാണ്. സാറിന്റെ 64ാമത്തെ സെഷനാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾനെസ്സിനെ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സാറിനോട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവരുടെയും പേരിൽ ആന്റണി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സാർ, യു ആർ വെൽക്കം. ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നല്ല ചൂടുള്ള ഒരു സായാഹ്നം ആയിക്കോട്ടെ. ഞങ്ങൾക്കിവിടെ തണുപ്പുള്ള ദിവസമാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വിഷയം ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൽ ഒരു കാര്യം, ഒരു പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലായതിനെക്കുറിച്ച് ചിലപ്പോൾ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ചിന്തിക്കുന്നവനാണ്. ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ അത് അറിയാതെ മനുഷ്യൻ ഉപയോഗിക്കുന്നു. അത് സ്വഭാവം കൊണ്ട് അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കാലം ഇത്ര മില്യൺ കണക്കിനെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ട് മനുഷ്യൻ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റി. ഓവർ തിങ്കിങ്, നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്, ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നതിന് ഒന്നും ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ മനുഷ്യര് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഒരേ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും അത് അവരുടെ ഒരു ഹാബിറ്റ് ആകുകയും അതേക്കുറിച്ച് അവബോധമില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് അത് മാനസികമായിട്ടുള്ളത് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായി മാറുന്നത്. ഇന്ന് നമ്മൾ ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ ഹൈലൈറ്റ്സ്, ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളതാണ് ഒന്നാമത്. അതുപോലെ തന്നെ റൂട്ട് കോസ് ഓഫ് ഓവർ തിങ്കിങ് എന്താണെന്നുള്ളതാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും ഓവർ തിങ്കിങ്ങിന് അടിമകളാണ്. നമുക്ക് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവമുണ്ടോ, നേച്ചർ ഉണ്ടോ എന്നുള്ളതിന് ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് തന്നെത്താൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എഫക്ട്സ് ഓഫ് ഓവർ തിങ്കിങ്, എന്തൊക്കെയാണ് ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. ഡിഫറൻസ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് ഓവർ തിങ്കിങ്, ചിന്തയും അതുപോലെ തന്നെ അമിതമായ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി എങ്ങനെ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് കുറെ കൂടി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾക്കറിയാം, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് അവബോധമുള്ളവരായിരിക്കണം. ഒരു ഉദാഹരണമായിട്ട് കാറ്, വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാറിനെ അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് അറിയുന്നത് അതിന്റെ സെൻസേഷൻ വഴിയാണ്. അപ്പൊ അവർ റഡാർ ഉപയോഗിച്ച് അത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് അതേക്കുറിച്ച്. പക്ഷെ നമ്മളെ ഹ്യൂമൻ നേച്ചറിൽ ഭൂരിപക്ഷം ആളുകളും, ലോകത്തുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അവര് അത് അറിയാതെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ചിന്ത വരുന്നതും പോകുന്നതും അവരറിയുന്നില്ല. അതുപോലെ തന്നെ ഭൂരിപക്ഷം ആളുകളും അവരുടെ ചിന്തയോട് തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. അതാണ് ഓവർ തിങ്കിങ്ങിന്റെ അല്ലെങ്കിൽ തിങ്കിങ്ങിന്റെയും ഓവർ തിങ്കിങ്ങിന്റെയും ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഓവർ തിങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച്, എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച്, വിഷയം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അല്ല, എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഇതേക്കുറിച്ച് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എൻഡ്ലെസ് ആയിട്ട് ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം അത് വർഷങ്ങളോളം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിന്ത, വീണ്ടും ചിന്ത, വീണ്ടും ചിന്ത, ഇങ്ങനെ ഈ ഒരു തോട്ട്സ് നത്തിങ് എൽസ്. പിന്നെ അവര് ഓരോ കാര്യങ്ങൾ ദിനചര്യകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ ചിന്തയുടെ ലോകത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ചിന്തയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു പറയുന്നത്.
ഇനി എന്ത് പറ്റും ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് ഈ തോട്ട്സ് ഇതിൽ തന്നെ വ്യാപരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാലപ്പഴക്കം കൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇതിന്റെ എല്ലാം എൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നത് പെയിൻ ആയിട്ട് മാറും അവർക്ക്. പെയിൻ എന്ന് പറഞ്ഞാല് മാനസികമായിട്ടുള്ള ആ വെൽ ബീയിങ് ഇല്ലാതെ ആകുന്നു. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു. അവരത് അറിയുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗം ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള തിങ്കിങ്, അല്ലെങ്കിൽ വറി, ആങ്സൈറ്റി, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഭൂരിപക്ഷം ആളുകളും അറിയാതെ തന്നെയാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ മരിക്കുന്നത് എന്ന് പറയാം. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മാനസിക ശാസ്ത്രജ്ഞന്മാരുടെ വിദഗ്ധമായ ഉപദേശങ്ങളൊന്നും അവർ സ്വീകരിക്കില്ല. പലപ്പോഴും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ ആങ്സൈറ്റി, അല്ലെങ്കിൽ വറി, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണെന്ന് ഇന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് തിരിച്ചു വരാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. ഇനി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ആദ്യത്തെ നമ്മുടെ മൈൻഡ്ഫുൾ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, ഭൂരിപക്ഷം മനുഷ്യരുടെയും ചിന്ത എന്ന് പറയുന്നത്, അതായത് ഒരു ദിവസത്തെ ചിന്തയിൽ എടുത്തു കഴിഞ്ഞാൽ 2% കൂടുതൽ ക്രിയേറ്റീവ്, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ഇല്ല. ബാക്കി 98%ഉം 98% റെപ്പറ്റീവ് ആണ്, യൂസ്ലെസ് ആണ്, അൺപ്രൊഡക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് ഓവർ തിങ്കിങ്ങിൻ്റെ റെപ്പറ്റീവ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺപ്രൊഡക്റ്റീവ് തോട്ട്സ് ലീഡിങ് ടു റൂമിനേഷൻ ആൻഡ് ഓവർ അനാലിസിസ്. വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നു എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രോഗികളായി തീരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് ഒരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല. ദ റൂട്ട് കോസ് ഓഫ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ഇത് പലപ്പോഴും കുട്ടിക്കാലം മുതൽ പല മാതാപിതാക്കളിൽ ഒരു നിശ്ചിത ശതമാനം തന്നെ കുടുംബങ്ങളിൽ തന്നെ മാതാപിതാക്കന്മാർ വേണ്ടത്ര ബാലൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ മാനസികമായി പക്വത വന്നിട്ടുള്ളവരായിരിക്കില്ല. അത് മൈൻഡ്ഫുൾ പേരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടാകാം, അതല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാകാം. എനിവേ, തെറ്റുകൾ ചെയ്യുന്നത്, അത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭയമുണ്ട്. അത് മാതാപിതാക്കന്മാരിൽ നിന്നുണ്ട്, കൾച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, അധ്യാപകരിൽ നിന്നുണ്ട്, റിലീജിയനിൽ നിന്നുണ്ട്. ഇങ്ങനെ മോറലായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള മിസ്റ്റേക്സ്, തെറ്റുകളെ പർവ്വതീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുന്നത് നമ്മുടെ ഓവർ തിങ്കിങ്ങിന് കാരണമാകും. കാരണം ഇതേക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ദെൻ പെർഫെക്ഷനിസം അടുത്ത ഒരു റൂട്ട് കോസ് ആണ്. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്, അത് പലരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇതാണ് ചിന്തിച്ച് കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നു, അത് ശരിയാകാതെ പോകുന്നു. അടുത്തത് ചിലപ്പോൾ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ കുട്ടിക്കാലത്താകണമെന്നില്ല, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ട്രോമ ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസസ് നമുക്കുണ്ടായിട്ടുള്ളത്, അത് കുട്ടിക്കാലത്തിൽ ഉള്ളതുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്തിന് ശേഷം, മാരേജിന് ശേഷമോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും റൂട്ട് കോസ് ആണ്. കാരണം അതേപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, കൂടുതൽ നമ്മൾ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, വറി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേഷ്യം, അതുപോലെ പ്രതികാരം, ഇങ്ങനെയൊക്കെയുള്ള ഇത് വന്നിട്ട് അത് ഒരു റൂട്ട് കോസ് ആയിട്ട് മാറുന്നു. ഡിപ്രഷൻ പല വിധത്തിലുണ്ട്. അത് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതുണ്ടാകാം, പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഡിപ്രഷൻ ഉണ്ടാകാം. ആങ്സൈറ്റി, ഓവർ ആങ്സൈറ്റി, ഓവർ ആങ്ഷ്യസ് ആകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നു. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈറ്റിംഗ് ഡിസോർഡർ, നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കുക, ചില ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റിമുലേഷൻ, അതായത് ഇങ്ങനെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്, അലൂസിനേഷൻ, ഇങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മദ്യം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മറ്റു പല അനർത്ഥങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അതൊക്കെ ഇതിന്റെ റൂട്ട് കോസ് ആയിട്ട് മാറുന്നു. ദെൻ സ്ട്രെസ്, ജോലിയുമായിട്ട്, അതായത് വർക്ക് ബാലൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള സ്ട്രെസ് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് നമുക്കുണ്ടാകും. ദെൻ ലോസ് സെൽഫ് എസ്റ്റീം, അവനവനെ കുറിച്ചുള്ള വേണ്ടത്ര സെൽഫ് എസ്റ്റീം കുറയുന്ന ആളുകളിലും അവരതേക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസക്കുറവ്,
ജീവിതത്തിൽ ഉണ്ടാകുക. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. എനിവേ അത് ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഭയം ഉണ്ടാകുന്ന, അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ്. ദെൻ ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ശാരീരികമാകാം, അതുപോലെ സൈക്കോളജിക്കലായിട്ടുണ്ടാകാം. എനിവേ അത് അങ്ങനെ ശരീരത്തിന്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ഓവർ സ്റ്റിമുലേഷനും ആണത്. ദെൻ ഡിസിഷൻ മേക്കിംഗ് പാരാലിസിസ് എന്ന് പറയും അടുത്തത്. ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അത് കുറ്റബോധത്തിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ തെറ്റ് പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ളവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്, അതിന് നമുക്ക് സൈക്കോളജി പറയുന്നത് നമുക്ക് പാരാലിസിസ് ആണ്. അത് നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പക്വതയുള്ളവരോട് ചോദിച്ച് തീരുമാനിക്കാനും പറ്റിയല്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നവരുണ്ട്. ഫിയർ ഓഫ് അൺനോൺ. ഇതെല്ലാം പുറമെ ഉണ്ടാകുന്ന മറ്റൊന്നാണ്, അതായത് ഇനി എന്താണ് വരുവാനിരിക്കുന്ന ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നുമില്ല, അയാഥാർത്ഥ്യമാണ്, പക്ഷെ എന്തോ വരുന്നു, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകും. ഫിയർ ഓഫ് അൺനോൺ. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വെറുതെ ആശങ്ക. ഒരു യാഥാർത്ഥ്യമില്ല, പക്ഷെ വെറുതെ ആശങ്കപ്പെടുന്നവരുണ്ട്. അടുത്തത് നമ്മളുടെ സ്വഭാവ രീതിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൊണ്ടും അങ്ങനെയുള്ളവരുണ്ട്. ഇങ്ങനെ വെറുതെ ഓവർ തിങ്കിങ് ചെയ്യുന്ന സ്വഭാവമുള്ളവരുണ്ട്. ദെൻ സോഷ്യൽ മീഡിയ. കാലത്തെ ഏറ്റവും വലിയ ഒരു ഇതാണ്, നമ്മുടെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. എന്തോ ദുരന്തം, അത് ഈ അൺനോണിനകത്ത് വരുന്ന ഒരു ഇതാണ്. ഇത് തമ്മിൽ റിലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അതായത് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു സുനാമി പോലെ അത് ഇങ്ങനെ പടരും, അല്ലെങ്കിൽ അത് പ്രചരിക്കും. അതുകൊണ്ടൊക്കെ മനുഷ്യൻ ഓരോ കാര്യത്തെ കുറിച്ച് ഓർത്ത് അമിതമായ ചിന്തയ്ക്ക് വിധേയമാകുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആങ്സൈറ്റി. അത് കുടുംബത്തിലാകാം, ജോലി സ്ഥലത്താകാം, മറ്റതുപോലെ നമ്മുടെ സാമൂഹ്യമായ രംഗങ്ങളിലാകാം. നമുക്ക് അതേക്കുറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ റിലേഷൻ ഫ്രിക്ഷൻസ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ അതേക്കുറിച്ചുള്ള ആങ്സൈറ്റി. ഇതെല്ലാം റൂട്ട് കോസ് ആണ്. ഓക്കെ, ദെൻ ചെക്ക് ലിസ്റ്റ്. ഇവിടെ ഞാൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിൽ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് പോകത്തക്ക രീതിയിലാണ്. അതായത് ഉണ്ടോ ഇല്ലയോ, നമ്മൾ ഇതിനകത്ത് ഈ ഓവർ തിങ്കിങ്ങിന്റെ സ്വഭാവമുള്ളവരാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, കോൺസ്റ്റന്റ്ലി റീപ്ലേയിങ് ഇന്ററാക്ഷൻസ്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളെ ടെലിഫോൺ ചെയ്തതിന് ശേഷം ആ ടെലിഫോൺ ചെയ്ത സംസാരം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നിരിക്കാം. വെറുതെ ഇങ്ങനെ ഒരു ക്ഷേമാന്വേഷണം നടത്തുന്നതാകാം. അതിനുശേഷം വീണ്ടും പെട്ടെന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ച് വീണ്ടും അത് റീപ്ലേ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണോ, ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക. ദെൻ മേക്കിംഗ് അസംപ്ഷൻസ്. അടുത്തത് വെറുതെ ഇങ്ങനെ അസ്യൂം ചെയ്ത ഓരോ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ പല രീതിയിലുള്ള ഒത്തിരി സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകും. നമ്മൾ ആരെങ്കിലും കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു, അപ്പോൾ കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും രഹസ്യം പറയുന്നു, ഒരുപക്ഷെ നമ്മളെ കളിയാക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഊഹാപോഹങ്ങളിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ദെൻ എക്സസീവ് വറി നമുക്കുണ്ടോ? ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഞാൻ നിസ്സാര കാര്യങ്ങളിൽ പോലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എക്സസീവ് ആയിട്ടുള്ള വറി ഓരോ കാര്യത്തിനെ കുറിച്ച് ഉണ്ടോ? ദെൻ ഡിഫിക്കൽറ്റി ലെറ്റിംഗ് ഗോ. ഏതെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ട് അത് സാരമില്ല എന്ന് വെക്കാനുള്ള മനോഭാവം നമുക്കില്ലാതെ ആ സംഭവത്തിൽ വീണ്ടും കടിച്ചു തൂങ്ങി അതിനെക്കുറിച്ച് കൂടുതൽ അസംഷൻസ് എടുത്ത് കൂടുതൽ അസ്യൂം ചെയ്ത് കാര്യങ്ങൾ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ടോ? സെക്കൻഡ് ഗെസ്സിങ് യുവർ സെൽഫ്. ആ സ്വഭാവം നമുക്കുണ്ടോ? സെക്കൻഡ് ഗെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, വലിയ കാര്യമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം, നമ്മളുടെ ലോജിക്കൽ മൈൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി, നമ്മുടെ ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. പക്ഷെ എന്നാലും വീണ്ടും ഒരു സെക്കൻഡ് ഗെസ്സിങ് എന്ന് പറയും. അത് വേറൊരു രീതിയിൽ സെക്കൻഡായിട്ട്, അതായത് വേറൊരു രീതിയിൽ അതിനെ വളച്ചൊട്ടിച്ച് ചിന്തിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിന്റെ അടിമകളാണ്. ഡിഫിക്കൽറ്റി മേക്കിംഗ് ഡിസിഷൻസ്. ഏതെങ്കിലും തീരുമാനങ്ങൾ അതിൻ്റെതായ ടൈമിൽ നമുക്ക് എടുത്ത് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓവർ തിങ്കിങ് ഉള്ള സ്വഭാവമുള്ളവരാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആ സെൽഫ് ടോക്കിന്റെ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഈ ഓവർ തിങ്കിങ്ങിന്റെ അടിമകളാണ്. ദെൻ ഫിസിക്കൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. അതായത് സ്ട്രെസ് കൊണ്ട് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ
നമുക്ക് തന്നെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾക്ക് ഏതെങ്കിലും രോഗമുണ്ടോ, പ്രത്യേകിച്ച് നമ്മളുടെ എന്താണ് തലവേദന, അല്ലെങ്കിൽ മൈഗ്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് ഓഫൺ ആയിട്ട് പലപ്പോഴും മിക്കപ്പോഴും നമ്മളുണ്ടാകുന്ന വയർ അപ്സെറ്റ് ആകുന്നത്, അല്ലെങ്കിൽ സന്ധിവേദനകൾ, ജലദോഷം, ക്രോണിക് ഇത് കോൾഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തീർച്ചയായിട്ടും ഇതിങ്ങനെ ക്രോണിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇമ്പാക്ട് ഓൺ റിലേഷൻഷിപ്സ്, അടുത്തത്, അതായത് നമ്മളുടെ ബന്ധങ്ങളിൽ അത് ഉലയുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളെ കൂട്ടുകാർ നമ്മളെ ഇട്ടിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ആത്മാർത്ഥമായി പെരുമാറുന്നില്ലേ, അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നവരായതുകൊണ്ടാണ്. ദെൻ അവയർനെസ് ഓഫ് ഓവർ തിങ്കിങ് പാറ്റേൺസ്, നമുക്ക് തോന്നുന്നുണ്ടോ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പക്ഷേ നമ്മളിപ്പം ഇതിൽ കൂടുതൽ ആൾക്കാരും എനിക്ക് പരിചയമുണ്ട്, പരിചയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ട്, അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ ആ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു, നമുക്ക് ഓവർ തിങ്കിങ് പാറ്റേൺസ് ഉണ്ടെന്നതിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആണോ എന്നുള്ളത് അറിയുക. അടുത്തത് തിങ്കിങ് ഇൻവോൾവ്സ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കമ്പാരിസൺ, നമ്മുടെ നോർമൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള ആ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഏതാനും കാര്യങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. ഒന്ന്, തിങ്കിങ് ഇൻവോൾവ്സ് കോഗ്നിറ്റീവ് പ്രോസസ് such as analyzing, reasoning, problem solving and decision making. ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ നമുക്കൊരു എന്താണ് വയറ്റിലൊരു വേദന വന്നു, നമുക്ക് വേണമെങ്കിൽ കരുതാം ഓക്കെ അതെന്തെങ്കിലും കഴിച്ച ഭക്ഷണത്തിന്റെ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചതിന്റെ ആകാം, എന്തെങ്കിലും ആകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതേക്കുറിച്ച് ചിന്തിക്കുന്നു, എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണണം, ഇങ്ങനെയുള്ളത് ഏതെങ്കിലും എന്താണ് ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, റീസണിങ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതേക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു, റീസണിങ് ഉണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തിങ്കിങ് ആണ്. ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. പക്ഷെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് എക്സസീവ് ആൻഡ് റെപ്പറ്റേറ്റീവ് ഡെല്ലിങ്. ഏതെങ്കിലും ഒരു ചിന്തയിൽ തന്നെ നമ്മൾ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയാണോ എപ്പോഴും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രോബ്ലം, ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് മാത്രം ആ സിനാരിയോ വിടാതെ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ദിവസത്തിന്റെ മുഴുവൻ സമയവും അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് ആണ് അത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഇവിടെ ഡിസിഷൻ ഒന്നും സംഭവിക്കുന്നില്ല രണ്ടാമത്തെ ഇതിന്. ഓക്കെ, അടുത്തത് ടിപ്പിക്കലി ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ, അത് എക്സ്പ്ലോർ ചെയ്യാൻ ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ റാഷണൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് മാനറിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ നോർമൽ തിങ്കിങ്, നമ്മൾക്ക് ആവശ്യമുള്ള ഒരു തിങ്കിങ് ആണ്. അതേസമയം ഓവർ തിങ്കിങ് വരുന്നത് ഇറ്റ് ടെൻസ് ടു അൺപ്രൊഡക്റ്റീവ്, ഒരാവശ്യമില്ല, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അൺപ്രൊഡക്റ്റീവ് ആണ്. ദെൻ ഇറ്റ് ഗോസ് ഡേ ബൈ ഡേ, ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വറി ആൻഡ് ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർ തിങ്കിങ് ആണ്. അടുത്തത് ഹെൽത്തി തിങ്കിങ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ ബാലൻസ്. നമ്മുടെ ആ ചിന്തയിൽ തന്നെ നമുക്ക് ബാലൻസ് ഉണ്ടാകും, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ഉണ്ടാകും, അല്ലെ തോട്ട് ഉണ്ടാകും, ആൻഡ് എഫക്റ്റീവ്നെസ് അഡ്രസ്സിങ് ടു ദി എന്താണ് ഇഷ്യൂ മേക്കിംഗ് എ ചോയ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കില്ല, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ടാകും, നമ്മൾ തീരുമാനം എടുക്കുന്നു, അതാണ് ശരിയായിട്ടുള്ള തിങ്കിങ് എന്ന് പറയുന്നത്. അതേസമയം ഓവർ തിങ്കേഴ്സ് മേ ഗെറ്റ് സ്റ്റക്ക് ഇൻ, അതായത് ഒരു ലൂപ്പിൽ തന്നെ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, അതിന്റെ വെളിയിൽ വരാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു, അതാണ് അവരുടെ പ്രശ്നം. ദെൻ എന്താണ് അനാലിസിസ് പരാലിസിസ് എന്ന് പറയും, ലൂപ്സ് ഓഫ് അനാലിസിസ് പരാലിസിസ് വേർ സ്ട്രഗിൾ ടു മേക്ക് എ ഡിസിഷൻ, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇത് മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മനസ്സിൽ ഇത് റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ദെൻ അടുത്തത് തിങ്കിങ് എന്ന് പറയുന്നത്
പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് ആൻഡ് സൊല്യൂഷൻസ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അത് നമ്മൾ തീരുമാനം കണ്ടെത്തുന്നു. ഇപ്പൊ നമ്മളുടെ വീട്ടിന്റെ താക്കോല് കാണാതെ പോയി എന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഓവർ തിങ്കിങ് പോകാം, അത് എന്ത് എവിടെ പോയി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാം. അതേസമയം നമ്മൾ എന്താ ചെയ്യുന്നതെങ്കിൽ തിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ച് മറന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാം, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ ഓവർ തിങ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് വേറെ അതുകൊണ്ടുണ്ടാകുന്ന ഇനി കള്ളന്മാർ വരുമോ, താക്കോൽ എവിടെ പോയി എങ്ങനെയാ, ഇതൊന്നും ചെയ്യാതെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇറ്റ് ക്യാൻ ഹിൻഡർ പ്രോബ്ലം സോൾവിങ്ങിനായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ വെൽ ബീയിങ്ങിനെ, നമ്മുടെ മാനസികമായിട്ടുള്ള അതിനെ വേണ്ട എന്താണ് നമുക്ക് അത് സോൾവ് ചെയ്യാനും നമുക്ക് സാധിക്കാതെ വരും. ദെൻ അടുത്തത് തിങ്കിങ് മെയിൻറ്റെയിൻ കീപ്പ് ഗുഡ് സോഷ്യൽ റിലേഷൻസ്. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ഇതാണ്. നമ്മൾ കൂടുതൽ അപവാദങ്ങൾ പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംശയിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതില്ല. പരദൂഷണം പറയുക, ഇതൊന്നും അങ്ങനെയുള്ളതല്ല. അതേസമയം നമ്മുടെ ആ സോഷ്യൽ റിലേഷൻസ് ഒക്കെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്കിങ്, നമ്മുടെ ആവശ്യമുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. ദെൻ ഓവർ തിങ്കിങ് ഓഫൻ ഇൻവോൾവ്സ് മാഗ്നിഫൈങ് മൈനർ ഇഷ്യൂസ്. ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ പർവ്വതീകരിച്ച് അത് പ്രശ്നമാക്കുന്നു. ആന്റിസിപ്പേറ്റിംഗ് നെഗറ്റീവ് ഔട്ട്കംസ് എക്സസീവ്ലി ആൻഡ് ലീഡ്സ് ടു സോഷ്യൽ പ്രോബ്ലംസ്. ഇതാണ് നമ്മൾ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും. എന്താണ് അത്? പല കാര്യങ്ങളും, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്ത് ഇതിങ്ങനെയാണ് ശത്രു വരുന്നു, അല്ലെങ്കിൽ അത് വരുന്നു, ഇത് വരുന്നു, വിപത്ത് വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഈ ഓവർ തിങ്കിങ് നമ്മളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി എഫക്ട്സ് ഓഫ് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഇങ്ങനെ ഓവർ തിങ്ക്, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ ക്ലാസ്സിന്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്നാമത്, ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാക്കുന്നത് മെന്റൽ ഇൽനെസ് ഉണ്ടാക്കും. ഒരു കാര്യത്തെപ്പറ്റി അനാവശ്യമായി വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, അതിങ്ങനെ ആങ്സൈറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വറി ഉണ്ടാകുന്നു. ഇങ്ങനെ അത് വന്നു കഴിയുമ്പോൾ കുറെ കാലം ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആദ്യം നമുക്ക് ഒരു പക്ഷെ തോന്നിയെന്ന് വരികയല്ല, പിന്നീട് അതൊരു മെന്റൽ ഇൽനെസ് ആയിട്ട് വരുന്നു. ദെൻ അനദർ വൺ ഈസ് ആങ്സൈറ്റി ബിൽഡപ്പ് ചെയ്യും. അതിങ്ങനെ കൂടുതലായിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഈ ഹിമാലയത്തിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ തന്നെ ഉണ്ട്. അതായത് മഞ്ഞ് വീഴുന്ന മലകളിൽ നിന്ന് ഒരു ചെറിയ ഒരു ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഫുട്ബോൾ അതുപോലെ ഉണ്ടാകും. അതിങ്ങനെ ഐസ്ബർഗ് എന്ന് പറയും. അത് നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ഐസ്ബർഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഐസ്ബർഗ് എന്ന് പറയുന്നത് ജർമ്മൻ ആയിരിക്കും കേട്ടോ. എനിക്കറിയത്തില്ല ഇംഗ്ലീഷിലുണ്ടോ എന്ന്. അതിങ്ങനെ മലമുകളിൽ നിന്നൊക്കെ ഉരുണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുമ്പോഴേക്കും ഉരുളുന്ന അതിനനുസരിച്ച് ആ മഞ്ഞിനെ ഒരു ചെറിയ, ഇപ്പോൾ ഒരു ഫുട്ബോളിന്റെ വലിപ്പമുള്ള ഒരു അത് മുകളിൽ നിന്ന് ഉരുണ്ട് മലയുടെ മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞ് താഴ്വാരത്തിൽ എത്തുമ്പോഴേക്കും അത് വലിയൊരു ഇതായിട്ട് മാറും. അതാണ്, ദാറ്റ് മീൻസ് ഉരുളും തോറും അതിന്റെ മഞ്ഞ് പിടിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ ആങ്സൈറ്റി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. കോസസ് ഡിപ്രഷൻ. അടുത്തത് ഓവർ തിങ്കിങ്ങിന്റെ എഫക്റ്റ് ആണ്. ഡിപ്രസീവ് ആയിട്ടുള്ള ഡിപ്രഷൻ നമുക്ക് ഉണ്ടാക്കാം. ദെൻ ഇൻസോംനിയ. ദെൻ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്. അതായത് അതിങ്ങനെ വന്ന് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. പോസിറ്റീവ് തോട്ട് പാറ്റേണിന് പകരം നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ആയിട്ട് വരും. എന്തിലും ഏതിലും നമ്മൾ നെഗറ്റിവിറ്റി കാണാൻ നോക്കും. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഒരു കാര്യം നല്ലത് പറയാനുണ്ടാകില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഇല്ലാതെ പോകും. അങ്ങനെ ആ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിന്റെ അടിമകളായി തീരും നമ്മൾ. ദെൻ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇമോഷണൽ ആയിട്ട് വളരെയേറെ പെട്ടെന്ന് പ്രതികരിക്കുകയും അതുപോലെ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് വരുന്നു. ദെൻ ഇമ്പാക്ട് ഓൺ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. ഫാമിലിയിൽ ബാധിക്കും, ജോലി സ്ഥലത്ത് ബാധിക്കും, അതുപോലെ സമൂഹത്തിൽ ബാധിക്കും. ദെൻ ഫിസിക്കൽ സിംറ്റംസ്. കൂടുതൽ കാലം ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരെ സംബന്ധിച്ച വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെ ഫിസിക്കൽ സിംറ്റംസിലേക്ക് അത് വരും. ഞാൻ പറഞ്ഞ ഈ എക്സസീവ് ആയിട്ടുള്ള ആങ്സൈറ്റി കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള വറികളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള സിംറ്റംസ് നമുക്കുണ്ടാകും. ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാകും. അതിപ്പം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സ്റ്റഡി ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പാൻക്രിയാസ് ക്യാൻസർ വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും അസൂയാലുക്കളും ഓവർ തിങ്കിങ് ചെയ്യുന്നവരും മറ്റുള്ളവരോട് ഇങ്ങനെ കൂടുതൽ പ്രതികാരേച്ഛയുള്ളവരും ഇങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച്, കാരണം അവരിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം അതാണ്. ഇങ്ങനെയുള്ള ആളുകളിലാണ് ഇപ്പോൾ വരുന്നതെന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡിക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി. ഒന്നുമില്ല, യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല. കാരണം ഇതിങ്ങനെ ചിന്തിച്ച വിഷയം അതേ വിഷയത്തിൽ തന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകും ഈ
പണ്ട്, ഇപ്പോൾ ഇല്ല, മില്ലുകളാണ് ഇല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയാട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ കരിമ്പാട്ടുന്ന സ്ഥലം, അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ കാളെ ആ കൃത്യ ആ സർക്കിളിലേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഈ ചിന്തയുടെ ലോകത്ത് ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. റെഡ്യൂസ്ഡ് മെന്റൽ വെൽബീയിങ്, നമുക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് മാനസികമായ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുന്നു. ദെൻ ഇമ്പാക്ട് ഓൺ സെൽഫ് എസ്റ്റീം, അതാണ് നെഗറ്റിവിറ്റി കൂടുതൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഗ്രാജുവലി നമ്മളുടെ സെൽഫ് എസ്റ്റീം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അടുത്തത് മൈൻഡ്ഫുൾ വേ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് ഓവർ തിങ്കിങ്ങിനെ നമുക്ക് എങ്ങനെ നമുക്കത് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതിന് ഒന്നാണ് അവയർനെസ് ഓഫ് ദി തോട്ട് പാറ്റേൺസ്. നമ്മൾ ഓരോരുത്തരും മൈൻഡ്ഫുൾ ആകുന്ന സമയത്ത്, മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മൾ അവെയർ ആകുന്നുണ്ട്. അത് വളരെ ഒരു ഇതാണ്, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മളുടെ കാലാവസ്ഥ നിരീക്ഷണം എന്ന് പറയുന്നത്, അതായത് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇവിടെയൊക്കെ മഴ പെയ്യും അല്ലെങ്കിൽ കാറ്റ് ഉണ്ടാകും എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ മനോവ്യാപാരങ്ങളെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ആ തോട്ട് പാറ്റേൺസ് എന്താണെന്ന് അറിയാം. കാരണം നമ്മൾ തോട്ട് പാറ്റേൺസ് വരുമ്പോൾ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാതെ അതിന് ഓരോന്നും നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ നമ്മൾ അതിനെ അറിയുന്നുണ്ട്. മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ തോട്ട് പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും. അടുത്തത് പ്രാക്ടീസ് ഗ്രൗണ്ടിങ് ടെക്നീക്സ്. ഓക്കെ, ഇനി നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇനി നമുക്ക് ഓരോരുത്തർക്കും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓവർ തിങ്കിങ് പാറ്റേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഒന്നോ ഒന്നിലധികമോ ഉണ്ടാകാം. അങ്ങനെ ആ വരുന്ന സമയത്ത് നമുക്ക് ഗ്രൗണ്ടിങ് എന്താണ് ടെക്നിക്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് ബ്രീത്തിങ്, അല്ലെങ്കിൽ നോട്ടീസിങ് സെൻസേഷൻസ് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നമ്മളുടെ ചുറ്റുപാടുമുള്ളതിനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ബ്രീത്തിങ്, അതുപോലെ അവയർനെസ് ഓഫ് ദ ബോഡി, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവെയർ ആകുക. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓവർ തിങ്കിങ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കുക, മറ്റുള്ളവരെ ഈ അക്സെപ്റ്റൻസ് ഉണ്ടാകുക. എന്താണ് നമ്മുടെ തോട്ട് പാറ്റേൺസിനെ അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണെന്ന് അറിയുന്നതിന് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നു. അതനുസരിച്ച് നമ്മൾ ഓക്കെ, എനിക്ക് ഇന്ന രീതിയിൽ ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ഈ തോട്ട് പാറ്റേൺസ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഇതുണ്ടാകും, അല്ലെങ്കിൽ അത് ഇതേക്കുറിച്ച് അറിയുക. അതുണ്ടെന്ന് നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ ആരോടും പറയണമെന്നില്ല, നമുക്ക് തന്നെ മനസ്സിലാക്കി നമുക്ക് അതിനെ നമ്മളുടെ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. റീഫോക്കസ് അറ്റൻഷൻ, ഇങ്ങനെയുള്ള സമയത്ത് അതിനാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ കുക്കിംഗ്, ഇങ്ങനെയുള്ള നമ്മളുടെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റീഫോക്കസ് ചെയ്യുക, എപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതുപോലെ ഉദാഹരണമാണ് ഹോബീസ്, എക്സസൈസ് ഓർ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ എന്നൊക്കെ പറയുന്നത്. ദെൻ അടുത്തത് സെറ്റ് ബൗണ്ടറീസ്, അതായത് ലിമിറ്റ് റൂമിനേഷൻ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രൂഡിങ് ഇങ്ങനെ കൂടി വരുന്നതിനെ കുറിച്ച് അതേക്കുറിച്ച് നമ്മൾ അറിയുക. അതുപോലെ തന്നെ അതിൽ മനസ്സിലാക്കി അതിനൊരു ബൗണ്ടറി നമ്മൾ സൃഷ്ടിക്കുക. ഓക്കെ, നമുക്കിങ്ങനെ പ്രത്യേകമായിട്ടുള്ള വിചാരങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അറിയുന്നു, അതിന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, ബൗണ്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടീസ് ഹൗ മച്ച് ടൈം, അതാണ്. അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ജേർണലിംഗ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും എന്തുമാത്രം സമയം ഇതിങ്ങനെ പോകുന്നുണ്ട് ഈ ചിന്തയുടെ. അതായത് ഒരു കാറ്റത്ത് ഒരു കരിയില പറക്കുന്ന പോലെ നമ്മൾ അറിയാതെ, നമുക്ക് നിയന്ത്രണമില്ലാതെ നമ്മുടെ ആ ചിന്തകളുടെ ലോകത്ത് നമ്മൾ എന്തെങ്കിലും പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അടുത്ത മറ്റൊന്ന് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ നന്ദി, നമ്മളോടും മറ്റുള്ളവരോടും നമ്മളോടും തന്നെ ആകുക. കൾട്ടിവേറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ ഫോക്കസിങ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. നമുക്ക് കിട്ടിയിട്ടുള്ളത്, കാരണം പലപ്പോഴും നമ്മൾ നെഗറ്റിവിറ്റി, എനിക്ക് കിട്ടാതെ പോയതിനെ കുറിച്ചായിരിക്കും നമുക്ക് പരാതി വരുന്നത്, പക്ഷേ കിട്ടിയിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. വേറൊന്നുള്ളത് അടുത്തത് ഫൊർഗീവ്നെസ് ആണ്. അതായത് നമ്മളോടും മറ്റുള്ളവരോടും നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക. ദെൻ പ്രാക്ടീസ് മൈൻഡ്ഫുൾ സെൽഫ് കമ്പാഷൻ. സാരമില്ല, എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ തന്നെത്താൻ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് സെൽഫ് കമ്പാഷൻ
മറ്റുള്ളവരോടും കമ്പാഷനേറ്റ് ആകുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, സെൽഫ് കമ്പാഷൻ്റെത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദെൻ എൻഗേജ് ഇൻ മോർ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഓഫ് കോഴ്സ് കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ വിചാരങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദെൻ ഹാവ് എ പോസിറ്റീവ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരുമായിട്ട് അങ്ങനെയുള്ള ഒരു സർക്കിൾ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് പറയാനുള്ളത് ഉണ്ടാകും. കാരണം നെഗറ്റീവായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അത് ഓവർ തിങ്കിങ് ആണ്, അവരുടെ നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തോട്ട്സ് ആണ്. അങ്ങനെയുള്ളവരോട് ആരും കൂട്ടുകൂടാൻ ശ്രമിക്കുകയില്ല. അതുകൊണ്ട് കൂടുതൽ ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരിലല്ല, കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കൂട്ടുകാരിൽ അതുപോലെയുള്ള ആ ബന്ധങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. അടുത്തത് ബെനഫിറ്റ്സ് ഓഫ് സ്റ്റോപ്പിംഗ് ഓവർ തിങ്കിങ്. ഒന്ന്, ലോവർ റേറ്റ്സ് ഓഫ് ഡിപ്രഷൻ. നമ്മളിൽ ഡിപ്രഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ആ ഓവർ തിങ്കിങ് കുറയ്ക്കുന്നത് നല്ലതാണ്. ലോങ്ങർ ലൈഫ്. ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട്, ഓവർ തിങ്കിങ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആങ്സൈറ്റി ഉള്ളവര്, ഡിപ്രസീവ് ആയിട്ടുള്ള ചിന്തകളുള്ളവര്, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ, അതായത് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ വരുന്നുണ്ടെന്ന് ഒരു പഠനം പറയുന്നുണ്ട്. അതായത് കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഓവർ തിങ്കിങ് കുറയ്ക്കുന്നത് നല്ലതാണ്. അത് വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ആണ്. ലോവർ സ്ട്രെസ് ലെവൽ. നമ്മൾ ഓരോരുത്തരുടെയും സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അടുത്തത് ഇംപ്രൂവ്ഡ് കാർഡിയോവാസ്കുലർ. ഓക്കെ, ഞാനത് പറഞ്ഞു. ഇങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള അത് കുറയ്ക്കാൻ, അത് ഓവർകം ചെയ്യുന്നതിന് സഹായിക്കും. ഇംപ്രൂവ്ഡ് കോപ്പിംഗ് സ്കിൽസ് ഡ്യൂറിങ് ടൈംസ് ഓഫ് സ്ട്രെസ്. ഓരോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമുക്കത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഈ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈ ഇത് എന്താണ് മെഡിറ്റേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ അതേക്കുറിച്ച് അവെയറായി അത് റെഡ്യൂസ് ചെയ്യുന്നു നമ്മൾ സഹായിക്കും. ദെൻ മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. ഓഫ് കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സ്നേഹബന്ധങ്ങൾ നമുക്ക് നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് കുറയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വളരെ ജനകീയമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതിനേക്കാളും മറികടന്ന് ചിന്തിക്കാനുള്ള വലിയ കപ്പാസിറ്റി എപ്പോഴും നമുക്ക്. അപ്പൊ അത് മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം. ഫസ്റ്റ് പാർട്ട് തന്നെ അവയർനെസ്സിന്റെ പാർട്ടാണ്. കൃത്യമായിട്ട് അവെയർ ചെയ്യുക. ദെൻ അതിനകത്ത് ഉപയോഗിക്കുന്ന മൈൻഡ്ഫുൾനെസ്സിന്റെ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിന്റെ ആ പ്രോസസ്സിലൂടെ ഓവർ തിങ്കിങ്ങിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്നൊക്കെ പറയുന്നത്. ഓട്ടോമാറ്റിക് തോട്ട്സ് ജനറലി ഉണ്ടാകാറുണ്ട്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ എയിം തെറ്റിക്കുകയും ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, താങ്ക് യു സർ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആധികാരികമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ. ഈ ഫിയർ ഓഫ് മറ്റേ മിസ്റ്റേക്സിനെ കുറിച്ച് എങ്ങനെ ചിന്തിച്ച് വരുന്ന കാര്യമാണ് സാർ. ആ കൂട്ടത്തില് ഈറ്റിംഗ് ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞു. അതെങ്ങനെ സാറേ ഈ ഓവർ തിങ്കിങ്ങിൽ വരുന്നത്? എങ്ങനെയാണ് മനസ്സിലായി? അതായത് ഈറ്റിംഗ് ഡിസോർഡർ വഴി അതായത് പല ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ഇത് ഓവർ തിങ്കിങ്ങിന്റെ ഒരു സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ അത് കിട്ടുമെന്നല്ലേ? എങ്ങനെ അത് കിട്ടാം? അതെ ചില ഭക്ഷണങ്ങൾ ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിതമായിട്ട് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ച് അത് ഡ്രൗസിനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റതുപോലെ ഇതുണ്ടാകും. ചില ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഖരപദാർത്ഥങ്ങൾ മാത്രമല്ല, ഡ്രിങ്ക്സ് മറ്റതുപോലുള്ള ഇത് ഉണ്ടാകാം. പല ഭക്ഷണങ്ങളും അതെ, നമുക്ക് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേപ്പറ്റി ആളുകൾ അറിയല്ല. പിന്നെ അത് നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതാണ് ടേസ്റ്റ് ഉള്ളതാണ് എന്നൊക്കെ പറയുന്ന പല ഇതുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. അതായത് എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ചിലർക്ക് അത് വയറ്റിൽ പിടിക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ടാക്കും. അത് ഓവർ തിങ്കിങ്ങിന്റെ ഓരോ കാരണങ്ങളാകാം. എനിക്ക് ഒരുപക്ഷെ അത്
പ്രത്യേകിച്ച് കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞവരിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പോഴത്തേക്കും അവർക്ക് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അതും എന്താണ് ഓവർ തിങ്കിങ്ങിന് കാരണമാകും. മനസ്സിലായോ? വയറിപ്പം അപ്സെറ്റ് ആകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ക്രോണിക് ആയിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണങ്ങൾ പലതും നമുക്ക് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങിന്റെ സ്റ്റിമുലന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമ്മളത് കഴിക്കുന്നു, അപ്പോൾ അത് കഴിച്ചാൽ കുഴപ്പമാണെന്നുള്ള ഒരു ധാരണ സോഷ്യൽ ലൈഫിൽ ഉണ്ടെങ്കിൽ അതാണല്ലോ ഞാൻ കഴിച്ചത് എന്ന് തോന്നിയുള്ള ഒരു ഇതാണ് സാർ ഉദ്ദേശിച്ചത്, അല്ലേ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ. നമ്മളത് ചിലപ്പോൾ അവെയർ ആകണമെന്ന് ഇല്ലില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലതും നമുക്ക് ഓരോരുത്തർക്കും ശരീരത്തിൽ ചിലപ്പോൾ അലർജി ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷെ അറിയുന്നില്ലായിരിക്കും ഭക്ഷണം. ഇപ്പൊ മിൽക്ക് അലർജി ഉള്ളവർ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മിൽക്കിന്റെ ഏതെങ്കിലും ആ ഇത് ഷുഗർ കണ്ടന്റ് ചെന്ന് കഴിഞ്ഞാൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ശരീരത്തിൽ എവിടെയെങ്കിലും ചിലർക്ക് അത് ചൊറിച്ചിലായിരിക്കും, അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആകാം, ഗട്ട് പ്രോബ്ലംസ് ആകാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ആ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ഇതൊരു സ്റ്റിമുലന്റ് ആയിട്ട് തീർച്ചയായിട്ടും അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അത് അറിയുന്നില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Thinking of Okay. past failures. അത് ഓവർ തിങ്കിങ് ആണ്. പാസ്റ്റ് ഫെയിലിയേഴ്സ് അവിടെ Of course, yeah. Past failures ഉണ്ടാകാം. Yeah. ഫിയർഫുൾ സ്ലീപ്പ്, അതായത് ഫിയർ ഓഫ് അൺനോൺ ഇന്നതൊക്കെ സംഭവിക്കാം സങ്കല്പിക്കുന്ന. അത് ഈ പറയുന്ന ഭക്ഷണം, നമ്മൾ ഇന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന അസുഖം വരുന്ന, ഞാൻ ആ ഭക്ഷണം കഴിക്കരുതായിരുന്നു, അല്ലെ എൻ്റെ കുറച്ചുകൂടി ഞാൻ ഫുഡ് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഇതായിട്ട് കഴിക്കണമായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത. അങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായത്, അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ, ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലേ? അത് ഈ ഭക്ഷണത്തോട് മാത്രം ബന്ധപ്പെടുത്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അൺനോൺ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചില ആളുകൾക്കുണ്ട്, വെറുതെ ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോകും. ഒരു തരം മാനസിക വിഭ്രാന്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ ചിന്തിക്കുക. ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞു. ഇപ്പം ഫിയർ ഓഫ് അൺനോൺ, അതായത് പല കാര്യങ്ങളിൽ ഇപ്പം നമുക്കൊന്നുമില്ല, യാഥാർത്ഥ്യമില്ലാത്തതായിരിക്കാം. അതിൽ അതേക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ആ ഒരു രീതി, അത് ഏത് കാര്യത്തെക്കുറിച്ചും ആകാം. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ രോഗങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഇപ്പോൾ അത് മദ്യപാനം എന്ന് പറയുന്നത് അത് എന്താണ്, ഒരു രസമായിട്ടായിരിക്കും അവർ കഴിക്കുന്നത്. പലപ്പോഴും അത് ഇന്റേണൽ ഓർഗൻസ് ഫെയിലിയർ ആകാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് കിഡ്നി, കരള്, അല്ലെങ്കിൽ ലങ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഇതിന്റെ പല ഇതുണ്ടാകും. ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകും. നമ്മുടെ മില്യൺ കണക്കിന് ഒരു പ്രാവശ്യം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഡാമേജ് ഉണ്ടാകുന്നുണ്ടെന്നാണ് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്. കേൾക്കാമോ സാറേ? Yes, sir. Yes. Okay, so now we are starting. And you may slowly open your eyes. The meditation is over now.
ഓക്കെ. നമ്മുടെ ഈ ടോക്കിന് ശേഷം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരമുണ്ടോ, അതോ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതേക്കുറിച്ച് അഭിപ്രായം കേട്ടാ കൊള്ളാവുന്നുണ്ട്. സാബു സാറേ അതുപോലെ തന്നെ. ഒഴിവാക്കണ്ട സാർ, അത് നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. ഓക്കെ. തന്നെയല്ല അതിന്റെ ഓരോ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യേണ്ടതല്ലേ, നമുക്ക് വീക്കിലി എങ്കിലും. അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ ആവും, കാരണം ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കിനും വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ രാജു സാർ പറയും. ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കാരണം അപ്പോൾ അതങ്ങനെ കിട്ടുന്ന ഒരു വലിയൊരു സന്ദർഭമാണ്. സാർ അത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും ഒഴിവാക്കരുത്. ഓക്കെ. ഒരു ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗമല്ലേ സാറേ അത്? സാധാരണ ഇങ്ങനെ അതെങ്ങനെ അവരെ മെഡിറ്റേഷനിൽ കൂടെ പറ്റുമായിരിക്കാം, അതല്ലാതെ ഇത് അവർ തിരിച്ചറിഞ്ഞ് നിർത്താൻ പറ്റുമോ? ഇല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞോ സാറ്? അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരിലും അതിങ്ങനെ ഓവർ തിങ്കിങ്. എന്താ പറഞ്ഞാല് ഇപ്പൊ വാതില് തുറന്നു കിടക്കുകയാണ്, അതിനകത്തോടെ ആരെങ്കിലും കയറി കാണും, കയറി കഴിഞ്ഞാൽ മോട്ടിച്ചോണ്ട് പോയി, അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെ ആ പുള്ളി പോയത് ഏതാണ്, വല്ല ആക്സിഡന്റ് പറ്റിക്കാണ്, അതുകൊണ്ടായിരിക്കും വരാത്തത് എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് സാധാരണ ഇങ്ങനെ വരുന്ന സമയത്ത് സൈക്കാട്രിക് കൺസൾട്ടേഷൻ ആണ് റെഫർ ചെയ്യാറുള്ളത്. കാരണം അത് അവരുടെ ഒരു അസുഖമായിട്ടാണ് അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ സാധാരണ വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഗൈഡ് ലൈൻസ് നമുക്ക് പ്രാക്ടിക്കലാണ്, പക്ഷെ അവർക്ക് കൊടുത്താൽ ഏക്കില്ല. ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്ങിന്റെ കാര്യം സാർ പറഞ്ഞില്ലേ. അപ്പൊ അതൊരു ഒരുവിധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഗൈഡ് ലൈൻസാണ്. പക്ഷെ അങ്ങനെ ഓവർ തിങ്കിങ് വരുന്നവരോട് ഇത് പറഞ്ഞാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു മാനസിക രോഗം തന്നെയാണ്. കാരണം അക്യൂട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാം. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ മാനസിക രോഗങ്ങളും, അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഞാനിപ്പം അടുത്ത ആഴ്ചയിൽ ഞാൻ മിക്കവാറും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിജുഡീസ് എന്താണ്, നമ്മളുടെ ആ പ്രിജുഡീസിനെ കുറിച്ച്. അതുപോലെ ബയസ്, കോഗ്നിറ്റീവ് ബയസസ്, ഹിഡൻ ബയസസ്, ഇതേക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കണമെന്ന് ഇങ്ങനെ ഓർത്ത് ചിന്തിക്കുക. ഞാൻ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, അപ്പൊ ഇത് ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവെയർ ആകാൻ പറ്റുന്നില്ല. നമ്മളുടെ ഒട്ടനവധി ചിന്തകളും അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഈ ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് അവെയർ ആക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കടമ കഴിഞ്ഞു. പിന്നീടാണ് മെഡിറ്റേഷൻ ഒക്കെ. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇവിടെയുള്ളവരുണ്ട്, നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അവർ ക്ലോസ്ഡ് ആയിട്ട് അവരിയ്ക്കുകയാണ്. അവരിപ്പോ ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾനെസ് നോ 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 എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അതൊരു ഭയമാണ്, അത് ഓവർ തിങ്കിങ്. ഇനി വേറൊരു ഇത് ഓവർ തിങ്കിങ്ങിന്റെ ഒരു ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇനി ഞാൻ പറയും, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ചില പ്രാക്ടീസുകൾ എല്ലാ റിലീജിയനിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രത്യേക ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്ന് അവർ ചിന്തിച്ചിരിക്കുകയാണ്. അതൊരു ഓവർ തിങ്കിങ് ആണ്. മനസ്സിലായോ? ആ ഫൈറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില റിച്വൽസ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പറയുമായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ അങ്ങനെ അർത്ഥത്തിലല്ല പറയുന്നത്. ഇങ്ങനെ അവരത് പറയും, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോ അതിനെ ഞാൻ ജഡ്ജ് ചെയ്യാൻ ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ. സാറേ പ്രായോഗികമായിട്ട് നമുക്ക് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഓക്കെ, ഇത് ഭയങ്കര അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓവർ തിങ്കിങ്ങിന്റെ കാര്യങ്ങൾ. ഇത് ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ആക്ച്വലി ഒരു പരിധി വരെ ആവശ്യമാണ്. പക്ഷേ അതിൽ കൂടാൻ പാടില്ല, നേരെ രോഗമായിട്ട് മാറുന്നു. ഓവർ തിങ്കിങ്
എല്ലാവർക്കും ഉണ്ട്. നാളെ കുറിച്ചുള്ള ചിന്ത, ഡോണ്ട് വറി അബൌട്ട് ടുമോറോ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം അത് വളരെയധികം പ്രാക്ടീസ് ചെയ്ത് കുറേ തോന്നും. ബൈ വറിങ് യു ക്യാൻ ആഡ് എ സിംഗിൾ അവർ ടു യുവർ ലൈഫ് എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. അപ്പം അങ്ങനെ വറി ചെയ്യുന്നൊരു കാര്യമില്ല, അങ്ങനെ ഓവർ വറി ചെയ്യാൻ പാടില്ല. അപ്പം ഒരു ഫിലോസഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈ ലൈഫ് ഹാസ് ബീൻ ഫുൾ ഓഫ് ടെറിബിൾ മിസ്ഫോർച്യൂൺസ്, മോസ്റ്റ് ഓഫ് ദം നെവർ ഹാപ്പൻ. സാധാരണ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ, നമ്മൾ ഇന്ന് ചിന്തിച്ച് ക്ഷമിക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ അത് ഒന്നുമല്ലായിരുന്നു. അത് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വലിയ ചിന്തകൻ അല്ലെങ്കിൽ പറയുന്നതായിട്ട് അദ്ദേഹത്തിന്റെ പേര് മോണ്ടേജ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകൻ പറയുന്നത്, മൈ ലൈഫ് ഹാസ് ബീൻ ഫുൾ ഓഫ് ടെറിബിൾ മിസ്ഫോർച്യൂൺസ്, മോസ്റ്റ് ഓഫ് ദം നെവർ ഹാപ്പൻ. നമ്മളിതുപോലെയല്ലേ, നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്ന ചിന്തയുണ്ട്. അത് കൂടി വളരെയധികം കൂടി പോയി കഴിഞ്ഞാലാണ് അത് രോഗമായിട്ട് മാറുന്നത്. ചിന്തിക്കാതിരിക്കുക ഏറ്റവും നല്ല. അപ്പൊ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഡിറ്റേഷൻ, പ്രാർത്ഥന മെഡിറ്റേഷനൊക്കെ ഏകദേശം സെയിം ആണല്ലേ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സിന്നാണ്, അതുകൊണ്ട് ആ സിന്ന് മാറ്റണം. അവർ തിങ്കിങ് സിന്നാണെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. നോട്ട് വറി അബൌട്ട് ടുമോറോ, ടുമോറോ വിൽ വറി അബൌട്ട് ഇറ്റ്സെൽഫ്, എവറി ഡേ ഹാസ് ഇറ്റ്സ് ഓൺ worries. In Matthew chapter 6 പറയുന്നത്. കൂട്ടത്തില് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പറഞ്ഞു. അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആവുമ്പോഴേ നമുക്ക് എങ്ങനെ അത് ഇത് ചെയ്യാൻ നോക്കും. അത് അയാളുടെ ഒരു നേച്ചറാണല്ലോ, ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ ഇതാകും, ചിന്തിച്ച് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ വരും. ഇപ്പം ഞാനൊരിപ്പം അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു കുടുംബം മുഴുവൻ ഇന്നലെ ഒരു ഇത് പറഞ്ഞതാണ്. അതായത് ഒരു ഫാമിലിക്ക് മുഴുവൻ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും പോകുന്നയാളും എല്ലാവരും ഓവർ തിങ്ക് ചെയ്യും. എങ്ങനെയാണ് അറിയത്തില്ലാത്ത ഒരു രാജ്യത്തേക്ക് പോകുന്നു, ഭാഷ അറിയത്തില്ലായിരിക്കും. ഉദാഹരണം യൂറോപ്പിലേക്ക് വന്ന ഫ്രഞ്ച്, ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസിലേക്ക് വരിക, ഓവർ തിങ്ക് ചെയ്യാനുള്ള. പക്ഷെ അതൊരു ഒരു ഫേസ് കഴിയുമ്പോൾ അത് തീരേണ്ടതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ നമ്മളെ കുട്ടികളെയും ഈ രീതിയിലുള്ള ഒരു പേരന്റിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ അതാണ്, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള അപ്ബ്രിങ്ങിങ്ങിന്റെ നേച്ചർ അതായിപ്പോയി. കാരണം എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പറയുക. പരീക്ഷാകാലം വരുന്നു, തോറ്റുപോയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ലാണ് ടോപ്പ് ലെവലിൽ എത്തുവോ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്താണ് റാങ്ക് ഉണ്ടായിരുന്നു, SSLCക്ക്, PDCക്ക് ഒക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഇതിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓവർ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള അത് അല്ല. പക്ഷെ ഇപ്പൊ നമ്മളത് കാട് കയറി നമ്മൾ ചിന്തിച്ചു തരും. പക്ഷെ അത് ഒരു പ്രത്യേക ഒരു രീതിയിൽ വന്ന് അതിന് യാതൊരു വിധത്തിലും കൺട്രോൾ ഇല്ലാതെ പോയി മാനസിക രോഗികളാകുന്നു. മാനസിക രോഗം മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് അത് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗോ. അത് മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ആങ്സൈറ്റി ഡിസോർഡർ ആകാം, അല്ലെങ്കിൽ മറ്റതുപോലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. സാർ, ഈ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്ന പ്രോസസ് നല്ലതാണ്, പോസിറ്റീവ് നെഗറ്റീവ് കുഴപ്പമില്ല. പക്ഷെ അത് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമായി. തീർച്ചയായിട്ടും. പക്ഷെ ആ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ആളറിയുന്നില്ല. ഈ പറയുന്ന വ്യക്തികൾ അറിയുന്നില്ല. നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അറിയുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ പ്രധാനപ്പെട്ട റോൾ. മൈൻഡ്ഫുൾനെസ്സോട് കൂടി കാര്യങ്ങളെ കൃത്യമായിട്ട് പരിഗണിച്ചാൽ മാത്രമേ ഇതൊരു റിയാലിറ്റി ചെക്കിന്റെ തലമാണ് അല്ലെ. ഈ തോട്ട് എനിക്ക് ഗുണകരമാണോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും വയബിലിറ്റി ഉണ്ടോ, ഇതെന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള റിയാലിറ്റിയിലൂടെ കടന്നു. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് സിമ്പിൾ ആ നിമിഷം ഇതെനിക്ക് പ്രയോജനകരമാണോ. ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ സാറേ, നമുക്കത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ അതൊരു ക്ലയന്റിലേക്ക് അല്ലെ ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഈ സാർ പറഞ്ഞ ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ എന്ന് പറയുന്നത്, സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് ഓവർ തിങ്കിങ് ആണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തന്നെത്താൻ അവെയർ ആകുക. മറ്റുള്ളവരെ അപ്പൊ നമ്മൾ അവരോട് ഒരാളോട് പറയുകയാണ് ഇത് ഓവർ തിങ്കിങ് ആണ്, അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, സാരമില്ല എന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യല. മോസ്റ്റ് പ്രോബബ്ലി അവർ അക്സെപ്റ്റ് ചെയ്യല. അവർ പറയും തനിക്കത് പറയാം, അല്ലെ സാറിന് അത് പറയാം. ഞാൻ റോയ് സാറിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ റോയ് സാർ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും സാറിന് അതൊക്കെ പറയാം,
പക്ഷെ എനിക്കിത് ഓവർ തിങ്കിങ് ഒന്നുമല്ല, കാരണം ബിക്കോസ് എന്റെ പ്രോബ്ലം ആണെന്നല്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് എ വെരി ഈസി ടാസ്ക്. സാറേ അപ്പൊ ഇതുപോലെ ഒരു കേസ് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ വന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞു. സൈക്കാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വരും, കാരണം അത് വലിയ ഇതല്ല എന്ന് പറഞ്ഞ് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കാൻ തുടങ്ങുകയും ആശ്വാസം കാണുകയും ചെയ്തതായിട്ട് അറിയും. വേറൊന്നുമില്ല, അവരുടെ മദർ മരിച്ചപ്പോൾ ബോഡി അവിടെ കോമ്പൗണ്ടിൽ അടക്കണമെന്ന് പറഞ്ഞു, അടക്കാൻ ഒക്കെയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ കോമ്പൗണ്ടിൽ തന്നെ അടക്കി. പക്ഷേ അതിൻ്റെ ആത്മാവ് വന്ന് ശല്യം ചെയ്യുന്നതായിട്ടാണ് അവർ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ അത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ അടക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ അടക്കി പോയപ്പോഴുണ്ടായ നിങ്ങളുടെ വിഷമങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കൊണ്ടുപോയപ്പോഴത്തേക്കും നിങ്ങൾക്കത് വളരെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അത് പരിഹരിക്കാൻ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള, ഇപ്പോൾ ജലദോഷം വന്നൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ നമുക്കത് കഴിച്ച് നേരെയാക്കാമെന്ന് പറഞ്ഞു വിട്ട് മരുന്നും കഴിച്ച് പിന്നെ വ്യത്യാസം വന്നു എന്നാണ്. ഞാൻ സാറ് ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതാ ഞാനൊന്ന് ഇത് ചെയ്യാനായിട്ട് നോക്കി. സാർ പറഞ്ഞ ഗൈഡ് ലൈൻസും എല്ലാം കറക്റ്റായിട്ട് ഞാൻ കൊടുക്കും, എല്ലാം കറക്റ്റാണ്. പക്ഷെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത്. ഓക്കെ, ഭരണി സാറേ വളരെ നന്നായിരിക്കുന്നു. ഈ ക്ലാസ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ ഓവർ തിങ്കിങ് അതിൻ്റെ സ്കെയില്, അതിൻ്റെ ലെവൽ എവിടെ വെച്ചാണ് അത് ഓവർ തിങ്കിങ് ആയത് എന്ന് ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കിക്കും? ഇപ്പൊ ഈ പറഞ്ഞ, ഇപ്പൊ റോയ് സാർ പറഞ്ഞ അന്ധവിശ്വാസത്തിന്റെ തലം, ഇങ്ങനെയുള്ള പ്രേതം ഭൂതമൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ അതൊരു ഓവർ തിങ്കിങ് ആണെന്ന് വിലയിരുത്താൻ പറ്റും. എന്നാൽ നമുക്ക് അറിവ്, കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് ഉണ്ടായി കഴിയുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എനിക്ക് എറണാകുളത്തിന് പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ എറണാകുളത്തിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഭയങ്കരമായ ട്രാഫിക് ജാമുണ്ട്, ബ്ലോക്ക് ഉണ്ട് പലയിടത്തും. പിന്നെ ഏത് വഴി പോയാലും പ്രശ്നമാണ്. വൈറ്റില കഴിഞ്ഞ് കിട്ടണ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ തൃപ്പൂണിത്തറ വഴി പോയാൽ പ്രശ്നമാണ്. ഇനിയും നമ്മൾ നാഷണൽ ഹൈവേ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പണിയാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു 10 മണി 11 മണിക്ക് ചെല്ലണമെങ്കിൽ എപ്പോൾ പോകണം, എന്തായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നത് അതൊരു ഓവർ തിങ്കിങ് ആണെന്ന് പറയാനായിട്ട് പറ്റുമോ? കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിവുണ്ട്, ഇങ്ങനെയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊരു രോഗമാണെന്നോ അങ്ങനെ ഒരു പ്രശ്നമാണെന്നോ പറയാൻ പറ്റുമോ? ഇനി ഇത് തന്നെ ഏത് ലെവല് വിടുമ്പോഴാണ് ഒരു പ്രശ്നം പോലെ കാണേണ്ടത്, അല്ലെങ്കിൽ അതിനെ നോർമലായി കണ്ടാൽ പോരെ? ഇതാണ് എൻ്റെ ഒരു സംശയം. അന്ധവിശ്വാസത്തെ ഒക്കെ നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ പറയാൻ പറ്റും, അത് അനാവശ്യമായ ചിന്തയാണ്, അത് ഓവർ തിങ്കിങ് ആണ്. ഇതൊരു ഓവർ തിങ്കിങ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇവന് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഏത് ബ്ലോക്ക് എവിടെ വെച്ച് വരുന്നു എന്നുള്ള. അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയാൽ അതൊരു ഓവർ തിങ്കിങ് അപകടകരമാണെന്ന് പറയാൻ പറ്റുമോ? തിങ്കിങ് ആണ്, അതിന് സൊല്യൂഷൻ കാണണം, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നാലേ എപ്പോഴും അതെ, എന്റെ ക്ലാസ്സിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് ഇതിന്റെ ഓവർ തിങ്കിങ് എന്താണ്, അതുപോലെ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ട്രാഫിക് ജാമിനെ കുറിച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്, ഇതൊന്നും അല്ല ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരേ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് വീണ്ടും വീണ്ടും അത് ചിന്തിക്കുക. അതേസമയം അതുകൊണ്ട് ഉപകാരമില്ല, കാരണം പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവിടെ ഇപ്പം അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽഫ് ചെക്കിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്ന, അത് എല്ലാം എനിക്കിപ്പോൾ 100 കാര്യങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് ഒരു ക്ലാസ്സിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പം യാത്രയ്ക്ക് പോകുന്നതും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ട്രാഫിക് ജാമിനെ കുറിച്ചൊക്കെ ഓർത്ത് നേരത്തെ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ തിങ്കിങ് ആണ്, പ്രോബ്ലം സോൾവിങ് ആണ്. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. അത് കഴിയുമ്പോൾ തിന്നില്ലേ? അത് എറണാകുളത്ത് പോയി വരുന്നു, അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ളവരുടെ യാത്ര പോകുന്നു, ആ പ്രശ്നം തീർന്നില്ലേ? അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നോർമൽ തിങ്കിങ്ങിലേക്ക് വരാമല്ലോ. പക്ഷെ അങ്ങനെയല്ല,
ഏതെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒന്നിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ വിഷയത്തെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുക, ആ ഒരു സൈക്കിളിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതാണ് അപകടകരമായിട്ടുള്ളത്. അതാണ് രോഗം ഉണ്ടാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഓക്കെ സാർ. പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? യെസ്. യെസ് സാർ. താങ്ക് യു സാർ. ആനന്ദ് സാറേ, വളരെ സന്തോഷം. പതിപോലെ ഇന്നും സാറ് കുറെ ക്യാപ്സൂൾസ് തന്നു, നല്ല സന്ദർഭോചിതമായത്. പണ്ട് നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യാധിക്ക് മരുന്നുള്ളൂ, ആദിക്ക് മരുന്നില്ല എന്ന്. ഇത് ഇങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ എന്താ പറയണേ, ആ പേടിക്കുന്നത് തന്നെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന അത് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് തന്നെ ചിന്തിച്ച് ചില ആളുകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വയറിൽ ഒരു വേദന തോന്നിയാൽ ഉടനെ അത് അൾസറാണ് അല്ലെങ്കിൽ ക്യാൻസർ ആണ് എന്നിങ്ങനെ അവരത് തന്നെ ചിന്തിച്ചു ഒരു ഡോക്ടറെ കണ്ട് മറ്റൊരു ആശുപത്രി പോയി വേറൊരു ആശുപത്രി പോയി ഇങ്ങനെ കറങ്ങി നടക്കും. കാണുന്നവരോടൊക്കെ പറയും, അവസാനം അവരവിടെ തന്നെ ചെന്ന് എത്തും എന്ന് പറയുന്നത് പോലെ. ഇത്തരത്തിൽ അതൊരു പിടികിട്ടാ പുള്ളി പോലെ ഇങ്ങനെ പലരെയും കയറി പിടിക്കും. അതുപോലെ തന്നെയാണ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നതും ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത് നമ്മളിന്ന് വിട്ടുമാറൂല. എപ്പോഴും ഇവനിങ്ങനെ കൂടെ നിഴൽ പോലെ കൂടെ നിന്നിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അവിടെ സാറ് പറഞ്ഞ ആ ഫോർഗീവ്നെസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ കടന്നു പോകുമായിരുന്നു. വാസ്തവത്തിൽ ആ വൈരാഗ്യമൊക്കെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ട്, അത് അന്നേ തീർന്നില്ലേ. പക്ഷെ എന്നാലും ഇപ്പോഴും കാണുമ്പോ അല്ലെങ്കിൽ ഓർക്കുമ്പോ അത് ചിന്തിക്കുമ്പോ നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ആയിപ്പോകും. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ഒരു വലിയ അനുഗ്രഹമാണ്. എന്തായാലും കുഞ്ഞു വാവ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ട്യൂഷന് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തിരി സൈലന്റ് ആവേണ്ടി വരുന്നു. ഓക്കെ സാറേ, താങ്ക് യു. ഒത്തിരി സന്തോഷം. എന്തായാലും യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആണ്. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു സർ. രമാവതി മാം തിരക്കിലാണോ? സാറ് പറഞ്ഞ ആ റൂട്ട് കോസസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ഇത് കിട്ടും. ആ റൂട്ട് കോസ് സാർ പറഞ്ഞു 14 കാര്യങ്ങൾ പറഞ്ഞു. അത് വളരെ പ്രായോഗിക ജീവിതത്തിൽ വളരെ ഈ ഓവർ തിങ്കിങ് വരുന്ന കാരണങ്ങളാണ്. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞോളൂ സാറേ. നമസ്കാരം. ക്ലാസ് കേട്ടില്ല, പക്ഷെ ഞാൻ മെഡിറ്റേഷന്റെ സമയത്ത് കൃത്യമായിട്ട് എത്തി. സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് 2-3 പേര് പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. ഇതിപ്പം ഇങ്ങനെ ഈ ചിന്തകൾ ഉണ്ടല്ലോ സാറേ, സാറ് പറഞ്ഞ പോലെ തന്നെ, ആന്റണി സാറ് പറഞ്ഞ പോലെ ചിന്തകൾ പഴയതിങ്ങനെ എന്താ പറയേണ്ടത്, പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടേയിരിക്കും ചിലവര്. അത് കഴിഞ്ഞു അവിടെ വിടുക എന്നുള്ള രീതിയിൽ ചിലവർക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ മുമ്പ് ജീവിതത്തിൽ ഇപ്പൊ ഒരു മോക്ക് ഉണ്ടായ അപമാനോ അവിടെ ഉണ്ടായിരുന്ന വഴക്കുകളോ അല്ലെങ്കിൽ പോലീസ് കേസോ അത് കഴിഞ്ഞ അപ്പൊ അവർക്ക് അവിടെ പ്രശ്നം വരുന്നത് ഇത് നാട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള ചിലവർ പറയും. നാട്ടുകാരുടെ മനസ്സിൽ ഇതിങ്ങനെ സ്റ്റാമ്പ് അടിച്ച് ഇതാക്കിയ പോലെ ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ലൈഫ് എപ്പോഴും തിരക്കുള്ളതാണ് എല്ലാവരുടെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നാല് ആ പ്രശ്നം നമ്മളത് അങ്ങോട്ട് വിടണം. നാട്ടുകാർ എന്നെ വിട്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഓർമ്മ അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അതിനിപ്പം നമ്മളെ എതിർത്തിട്ട് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാപ്പ് കൊടുക്കുക, ഫോർഗീവ്നെസ് നമ്മൾ നല്ലൊരു പരിപാടിയാണ്. അത് കൊടുത്തേ പറ്റും, മാപ്പ് കൊടുത്തേ പറ്റും. എന്നാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം വരുന്നത് അവർക്കല്ല, നമുക്കാണ്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും എന്താ പറയേണ്ടത്, വേദനകളോ ഇല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള ഉറക്കമില്ലായ്മ ആയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് ഫോർഗീവ്നെസ് ആണ് ഇതിന് ഏറ്റവും നല്ലൊരു മെഡിസിന്. സാറ് പറഞ്ഞ പോലെ തന്നെ ചിലവരിങ്ങനെ പഴയത് ഓർമ്മിക്കുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പം സൈക്കോളജിസ്റ്റിനെ അടുത്ത് പോയാൽ അവരും ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന അങ്ങനല്ലോ. ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. അതുപോലെ തന്നെ
ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ മനസ്സിങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇതാക്കുക അവരെ എന്തെങ്കിലും TV കാണുന്നതിലായാലും ബുക്ക് വായിക്കുന്നതിലായാലും അവരുടെ കൂടെ സംസാരിക്കുന്നതിലും. അപ്പൊ അവരുടെ ചിന്തകൾ എനിക്ക് തോന്നുന്നു കുറെ പോകുന്നുള്ളതാണ്. എന്തായാലും മെഡിറ്റേഷനിൽ ഞാൻ എത്തി സാറേ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. For your comments also. Okay, അപ്പോൾ അതിന്റെ പേര് അല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. ആന്റണി സാർ, Okay, താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് അടുത്ത യു ആഴ്ച സാർ. താങ്ക് യു. വരാം. Okay. നാളെ ഹോളിസ്റ്റിക് ഹെൽത്ത് തന്നെയാണ്, മില്ലറ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്. മില്ലറ്റ്സ്. ഓക്കെ സാർ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Okay then, yeah. Have a nice evening to everybody and good night. Yeah. Okay. Bye bye.